ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും അല്ലെങ്കിൽ ഡിന്നറിനായാലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നീർദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് കറിയൊന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ നല്ല മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഗ്രീൻ കളറിലുള്ള നീർദോശ ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഇതുപോലെ 1 ഇഞ്ച് കഷ്ണത്തിലുള്ള ഇഞ്ചിയുടെ ഒരു പീസാണ്. അതൊരു മിക്സി ജാറിലേക്ക് ഇടാം. പിന്നെ എരിവിനായിട്ട് ഞാനൊരു 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എരിവ് നോക്കിയിട്ട് നമ്മളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ ഒരു പിടി മല്ലിയിലാണ് ചേർത്തിട്ടുള്ളത്. ഇതുകൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇടാം. ഇത് ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഗ്രീൻ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പിനടുത്ത് ചിരുവിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് കലക്കിയെടുക്കണം. അപ്പം ഞാൻ മിക്സി ജാറിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്തിട്ട് അത് മാവിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കട്ടയൊന്നുമില്ലാതെ ആദ്യം ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഇത് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നീർദോശയുടെ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബാക്കിയുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് വെള്ളം പാകത്തിനുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്കിത് ദോശ ചുട്ടെടുക്കാൻ വേണ്ടി നോക്കാം. വെള്ളം കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യം തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടായിട്ടുള്ള ദോശ തവയിൽ ആദ്യം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മാവ് തവി വെച്ചൊന്ന് മിക്സ് ആക്കിയിട്ട് ദോശ ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടായിട്ടുള്ള ചട്ടിയിലേക്ക് വേണം ദോശമാവ് ഒഴിച്ചു കൊടുക്കാൻ. കാരണം കുറച്ച് തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം. ഒരു 1/2 മിനിറ്റൊക്കെ അടച്ച് വെച്ചാൽ മതി. പിന്നെ മൂടി തുറന്നിട്ട് കുറച്ച് സമയം കൂടി വെക്കാം. ആ സമയം കൂടി ദോശയെല്ലാം അരികിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്നും മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശകളെല്ലാം ചുട്ടെടുക്കാം. ഇതുപോലെ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല. നമുക്ക് ആ ഇഞ്ചിയുടെയും അതുപോലെ മല്ലിയിലയുടെയും ഫ്ലേവറും അതുപോലെ പച്ചമുളകിൻ്റെ എരിവും എല്ലാം കൂടി ആകുമ്പോൾ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുവരെ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.